ഹായ്, എല്ലാവർക്കും നമസ്കാരം. സമയത്തിന്റെ യഥാർത്ഥ വില എന്താണ്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വളരെ ലളിതമായൊരു കഥയിലൂടെ നമുക്ക് നമ്മുടെയെല്ലാം കയ്യിലുള്ള ഏറ്റവും വലിയ നിധിയെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോ ഈയൊരു ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ശരിക്കും എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് ഒരൊറ്റ ദിവസത്തിന്റെ യഥാർത്ഥ വില? നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ ഒരച്ഛനുണ്ടായിരുന്നു, പാവം. തന്റെ മകന്റെ ഭാവിയോർത്ത് എപ്പോഴും ഒരുതരം ആശങ്കയിലായിരുന്നു. കാരണം എന്താണെന്നോ, ആ മകന്റെ പ്രധാന പരിപാടി തന്റെ ദിവസങ്ങൾ ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ പാഴാക്കുക, ഗ്രാമത്തിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും അലഞ്ഞു നടക്കുക എന്നതൊക്കെയായിരുന്നു. ഒടുവിൽ ആ അച്ഛൻ തീരുമാനിച്ചു, ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. അതിനുവേണ്ടി അദ്ദേഹം കയ്യിലെടുത്തത് വളരെ സാധാരണമായൊരു സാധനമായിരുന്നു, വീട്ടിലിരുന്ന ഒരു പഴയ വാച്ച്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ മകനെ അടുത്തേക്ക് വിളിച്ചിട്ട് വളരെ ശാന്തമായിട്ട് പറഞ്ഞു, മോനെ, നമ്മുടെ അലമാലയിലൊരു വാച്ചിരിപ്പില്ലേ, അതൊന്നെടുത്തിങ്ങോട്ട് കൊണ്ടുവാ. അങ്ങനെ മകന്റെ ആദ്യത്തെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു, ഒരു വസ്തുവിന് ആളുകൾ എങ്ങനെയാണ് വിലയിടുന്നതെന്ന് നേരിട്ട് പോയി മനസ്സിലാക്കുക. അച്ഛന്റെ നിർദ്ദേശം വളരെ ക്ലിയർ ആയിരുന്നു. ഈ വാച്ചുമെടുത്ത് നേരെ ചന്തയിലേക്ക് പോവുക, അവിടെ കാണുന്നവരോടൊക്കെ ഇതിന് എന്ത് വില തരാൻ പറ്റുമെന്ന് ചോദിക്കണം. അവൻ നേരെ ചന്തയിലെത്തി പലരോടായിട്ട് വാച്ചിന്റെ വില ചോദിച്ചു. പക്ഷേ കിട്ടിയ ഉത്തരങ്ങൾ അവനെ ശരിക്കും കൺഫ്യൂഷനിലാക്കി. ഒരാൾ പറഞ്ഞു അതിനൊരു 500 രൂപ തരാം. കുറച്ചപ്പുറം ചെന്നപ്പോൾ മറ്റൊരാൾ അതിന്റെ ഇരട്ടി വിലയിട്ടു, 1000 രൂപ. വേറൊരാൾ പറഞ്ഞതോ 800 രൂപ. എന്താ അല്ലേ, ഓരോരുത്തർക്കും ഓരോ വില. ആകെ ആശയക്കുഴപ്പത്തിലായ അവൻ വീട്ടിൽ തിരിച്ചെത്തി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്താണിത്? ഓരോരുത്തരും ഓരോ വിലയാണല്ലോ പറയുന്നത്. അതായിരുന്നു അവന്റെ ആദ്യത്തെ പാഠം. ഒരു വസ്തുവിന്റെ വിലയെന്നത് ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അടുത്ത ദിവസം അച്ഛൻ അവന് രണ്ടാമത് ദൗത്യം കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തേതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല. ഇത്തവണത്തെ ചോദ്യം പണത്തെക്കുറിച്ചായിരുന്നില്ല, അതിനേക്കാളൊക്കെ ഒരുപാട് ആഴത്തിലുള്ള ഒന്നിനെക്കുറിച്ചായിരുന്നു. അച്ഛന്റെ പുതിയ നിർദ്ദേശം കേട്ട് അവൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ചോദിക്കേണ്ടത് വാച്ചിന്റെ വിലയല്ല, അതിനകത്തെ സമയത്തിന്റെ വിലയാണ്. എന്തൊരു വിചിത്രമായൊരാവശ്യമല്ലേ. അവൻ വീണ്ടും ചന്തയിലെത്തി. അച്ഛൻ പറഞ്ഞതുപോലെ ആളുകളോട് ആ ചോദ്യം ചോദിച്ചു. പക്ഷേ ഇത്തവണ കേട്ടത് വിലയല്ല, പരിഹാസമായിരുന്നു. അവനെ കണ്ടതും ആളുകൾ ചിരിക്കാനും കളിയാക്കാനും തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അത് അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. അവൻ സംസാരിച്ച മിക്കവാറും എല്ലാവരും പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, സമയത്തിന് വിലയോ? ഇതെന്തൊരു പൊട്ടൻ ചോദ്യമാണ്. ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് അവൻ എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയായി മാറി. എന്നാൽ ഈ കളിയാക്കലുകൾക്കിടയിലാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. തന്റെ ചോദ്യത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ഒരാളെ അവനൊടുവിൽ കണ്ടുമുട്ടുകയാണ്. ചന്തയുടെ ഒരറ്റത്തുള്ള ഒരു ചെറിയ കടയിൽ പ്രായമായ ഒരു വാച്ച് നന്നാക്കുന്നയാൾ ഇരിപ്പുണ്ടായിരുന്നു. അവസാനത്തെ പ്രതീക്ഷയെന്ന പോലെ മകൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് തന്റെ ചോദ്യം ആവർത്തിച്ചു. മറ്റുള്ളവരെ പോലെ കളിയാക്കുന്നതിനു പകരം അദ്ദേഹം തന്റെ ജോലി നിർത്തി ആ കുട്ടിയെ സ്നേഹത്തോടെ ഒന്ന് നോക്കി. ആ വൃദ്ധന്റെ മറുപടിയിലായിരുന്നു ഈ കഥയുടെ മുഴുവൻ സന്ദേശവും അടങ്ങിയിരുന്നത്. അദ്ദേഹം പറഞ്ഞു, മോനെ, സമയത്തിന് നമുക്ക് വിലയിടാൻ കഴിയില്ല. അതവനൊരു പുതിയ അറിവായിരുന്നു, ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്നതുപോലൊരു സത്യം. അദ്ദേഹം സമയത്തിന്റെ തത്വം വളരെ സിമ്പിളായി വിശദീകരിച്ചു. സമയത്തിനൊരു നല്ല വശവും ഒരു മോശം വശവുമുണ്ട്. മോശം വശം എന്താണെന്ന് വെച്ചാൽ അത് പോയിക്കൊണ്ടേയിരിക്കും, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ നല്ല വശം എന്താണോ, അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. അദ്ദേഹം തുടർന്നു, ഈ ലോകത്ത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതാണ് ഒരു ദിവസത്തെ 24 മണിക്കൂർ. അദ്ദേഹം പറയ സമയത്തിന്റെ നിയമങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. സമയം സൗജന്യമാണ്, പക്ഷെ അതിന് വിലയിടാൻ കഴിയില്ല. നമുക്കത് വാങ്ങാൻ പറ്റില്ല, പക്ഷെ ഉപയോഗിക്കാം. കയ്യിൽ വയ്ക്കാൻ കഴിയില്ല, പക്ഷെ ചെലവഴിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലത് നഷ്ടപ്പെട്ടാൽ പിന്നൊരിക്കലും അത് തിരികെ കിട്ടില്ല. ഈ വാക്കുകൾ ആ കുട്ടിയുടെ ചിന്തകളെ ശരിക്കും മാറ്റിമറിച്ചു. ആ ഒരൊറ്റ കൂടിക്കാഴ്ച അവനൊരു പാഠം നൽകുക മാത്രമല്ല ചെയ്തത്, അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. അവനാ വൃദ്ധന് നന്ദി പറഞ്ഞ് വീട്ടിലേക്കോടി അച്ഛനോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ആ ദിവസത്തിനു ശേഷം അവൻ പഴയ ആളെ ആയിരുന്നില്ല. ഓരോ നിമിഷത്തിന്റെയും വില മനസ്സിലാക്കി അവൻ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി. പാഴാക്കിയിരുന്ന വിലപ്പെട്ട സമയം എന്നേക്കുമായി ഉപേക്ഷിച്ചു. അപ്പോ ഈ കഥ ഇവിടെ തീരുമ്പോൾ ആ ചോദ്യം നേരെ വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അടുത്തേക്കാണ്. നമ്മുടെ സമയം അമൂല്യമാണ്. നമ്മളത് വിവേകത്തോടെയാണോ ചെലവഴിക്കുന്നത്?
ഈ ഒരു ചിന്ത നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ. ഇന്നത്തെ ഈ വിവരണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിഷയങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടതിന് ഒരുപാട് നന്ദി.